ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മളിന്ന് ഒരു പൊളി വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോയമ്പത്തൂരിലെ ഒരു സ്ട്രീറ്റിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഉദ്ദേശം നമ്മുടെ ബ്ലഡി ഗ്രാമവാസീസ് ഗ്യാങ്ങിൻ്റെ കൂടെ ഒരു ട്രിപ്പ്, അതും 1 ഡേ ട്രിപ്പ്. ഓക്കെ, അപ്പോൾ ഒരുപാട് ദൂരമൊന്നുമല്ല, പക്ഷെ നമ്മളൊരു ഭയങ്കരമായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. അതും ഒരു ഓട്ടോ 6 പേര് എങ്ങനെ ട്രാവൽ ചെയ്യും? ഇറങ്ങടാ, ഇനി എന്താ 10 പേര് വേണം ഇറങ്ങി. കിട്ടിയില്ലേ? ഓ മതിടാ, സെൽഫിയൊക്കെ മതിടാ. ആ ചേച്ചി, നമ്മളിപ്പോ എവിടെയാണ്? നമ്മളിപ്പോ ഉള്ളത് പറ. കോയമ്പത്തൂര്. കോയമ്പത്തൂരിൽ എവിടെ? കോയമ്പത്തൂര് നമ്മള് കണ്ടിട്ട് റെയിൽവേ സ്റ്റേഷൻ പോലെ ഉണ്ട് എനിക്ക് തോന്നുന്നു. അപ്പൊ നമ്മൾ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷൻ എത്തി ഗൈസ്. ഇനിയിപ്പോ റെയിൽവേ സ്റ്റേഷനിൽ നമ്മുടെ എവിടെ? കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷൻ ആയതുകൊണ്ട് പറയുകയില്ല, ഭയങ്കര തിരക്കില്ലാത്തതും വൃത്തിയുമായ റെയിൽവേ സ്റ്റേഷൻ. എന്താ അപ്പൊ നമ്മളെവിടെയാണ് ഇപ്പൊ? അതിപ്പോ നമുക്ക് എന്തായാലും പറയാം. കൊതുകിന്റെ വലിപ്പം പറഞ്ഞു കൊടുക്കടാ നീ, എത്രയുണ്ട്? കൊതുകിന്റെ വലിപ്പം പറഞ്ഞുള്ള കളിയാണ് ഗൈസ്. രാജസ്ഥാനിക്കത് ഇതെന്തിനാ പോസ്? നോക്കടാ, നടക്ക് നോക്ക്. ഹേ ഗൈസ്, അപ്പൊ നമ്മള് ട്രെയിൻ കയറിയിരിക്കുന്നു. ഇനി നമ്മുടെ യാത്ര തുടരുന്നതാണ്. ഇപ്പൊ കാണുന്നില്ലേ? നീ അവിടെ നോക്കടാ. സെറ്റ് ഞങ്ങള് പോയിട്ട് വരാം. ബൈ. സെൻട്രൽ ഏറ്റവും ആയിട്ടുണ്ട്. കഞ്ച പിടിച്ച് കോഴിന് പോയി. വിഷ്ണു, നീയാണ് പാടേണ്ടത്. വിഷ്ണു, നീയാണ് ലവ് സോങ് പാടുമ്പോ പറ്റിയാണ്. നിങ്ങൾ എന്തിനാ പാടുക? ഞാനൊന്നും പോകണ്ട. നമ്മള് ഇവിടെ അടിപൊളിയായിട്ടുള്ള ഒരു സീനിയർ വ്യൂ കാണിച്ചു.
തഞ്ചാവൂർ എത്തിയിരിക്കുന്നു. ഇനി തഞ്ചാവൂർ വിശേഷങ്ങളായിരിക്കും ഇന്നത്തെ ദിവസം ഫുള്ളും. എന്താണ് ശ്രീഹരി, നന്നായി ഉറങ്ങിയ നീ? ഉറങ്ങിയ ഗൈസ്, ഞങ്ങളുടെ ഗ്രൂപ്പിലെ കറക്റ്റായി ഉറങ്ങിയ ഏക വ്യക്തി. അപ്പോൾ നമ്മൾ ഇവിടെ തഞ്ചാവൂർ റെയിൽവേ സ്റ്റേഷൻ എത്തി. തഞ്ചാവൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ എവിടെ പോകണമെന്ന് അറിയാണ്ട്, ലിറ്ററലി എവിടെ പോകണമെന്ന് അറിയാണ്ട് ഞങ്ങളെല്ലാവരും ഇങ്ങനെ ഒരു ക്യാബ് ഡ്രൈവറിനെ കാണുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല. ആ ക്യാബ് ഡ്രൈവറിൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു നിൽക്കുകയാണ് എവിടെ പോകണം എന്നൊക്കെ. സംഭവം ട്രെയിനിൽ വന്ന് വലിയ ശീലമില്ലാത്ത കാരണം ഈ ട്രെയിനിൽ വന്നു കഴിയുമ്പോൾ നല്ലൊരു ക്ഷീണം ഉണ്ടാവും. അപ്പോൾ ആ ക്ഷീണം തീർക്കാൻ ഒന്ന് കുളിക്കണം, ഇല്ലയെന്നുണ്ടെങ്കിൽ അതൊരു സംഭവം ആണ്. അപ്പോൾ ആ കുളിക്കാനുള്ള എവിടെയാണെന്നുള്ളൊരു സെർച്ചാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാരും കയറാൻ പറ്റുമോ? 6 പേര് കയറാൻ പറ്റുമോ? എവിടുന്ന്? 6% 408 kg. ഞാൻ 75. നമ്മള് സെക്കൻഡ് ഫ്ലോർ ആണ്. ഗൈസ്, അപ്പൊ ഞങ്ങള് റൂം ഏതാണ്? ഏതൊരു റൂമിൽ കയറിയിട്ട് അതെ അതെ, റൂം നമ്പർ 101 ഭയങ്കര ചരിത്രം ഉള്ള ഒരു റൂമാണ്. ഇപ്പൊ നമ്മൾ ഏത് റൂമാണ്? 204 നമ്മൾ 204 റൂം നമ്പറിലേക്ക് കയറുകയാണ്. അവിടെയാണ് നമ്മുടെ റൂം നമ്പർ, നമ്മുടെ റൂമാണ്. അപ്പോൾ ഒന്ന് ഫ്രഷപ്പ് ആയിട്ട് നമുക്ക് പുറത്ത് കറങ്ങാൻ പോകാം എന്നാണ്. അപ്പോൾ നമ്മളൊരു ചെറിയ വാക്കിങ്ങൊക്കെ പോയിട്ട് വന്നു, കാരണം നമ്മളിവിടെ ഗേൾസൊക്കെ ഇല്ലല്ലോ. അപ്പോൾ അവരൊക്കെ ഒന്ന് ഫ്രഷ് ആവണം എന്നിട്ട് അവരൊക്കെ ഒന്ന് ഫ്രഷ് ആവട്ടെ എന്നിട്ട് നമ്മൾ പുറത്ത് പോയിട്ട് വന്നു. അപ്പോൾ നമ്മൾ എവിടെ എത്തിയിരിക്കുന്നു? തഞ്ചാവൂരിലെ റൂമൊക്കെ എടുത്ത് സെറ്റായി, എല്ലാവരും റെഡിയായി. ഇനിയിപ്പോൾ നമ്മൾ തഞ്ചാവൂർ എവിടെ പോകണം? റോയൽ പാലസ് ആണ് ഫസ്റ്റ് പോകണം അല്ലേ? റോയൽ പാലസ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എല്ലാ സ്ഥലവും ഒന്നൊന്നായി വിസിറ്റ് ചെയ്യുന്നതായിരിക്കും. യെസ്, എന്താണ് നിന്റെ അഭിപ്രായം? എന്താണ് പറയൂ, എങ്ങനെയാണ് ട്രിപ്പ് എങ്ങനെ പോകുന്നു? ഓ അതാണ്. എന്താണ് അശ്വതിക്ക് എന്താണ് പറയാനുള്ളത്? അശ്വതി, മേക്കപ്പ് കുഴപ്പമില്ലാണ്ട് അല്ലേ? സെറ്റായിട്ടുണ്ട്. ബാക്കിയുള്ള എല്ലാവരും റെഡിയായി, നമുക്ക് പുറത്ത് പോകാം. അപ്പോൾ സ്റ്റൈൽ മന്നൻ. അപ്പോൾ നമ്മൾ അടുത്തായിട്ട് എവിടെ വന്നിരിക്കുന്നപ്പോൾ ചോള ഹോട്ടലിലേക്ക് വന്നിട്ട് ഉണ്ടോ അവിടെ ഒരു മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനും അങ്ങനത്തെ തന്നെ. പ്രൂഫ് അതെന്തൊരു വടി കൈ വെച്ചിരിക്കണ ഏതരാ? നമ്മളെ ഉള്ളിപ്പേട്ട് എടുക്കാലോ. ഗൈസ്, ഞങ്ങള് എന്താ പറയാ, പുതിയ അഡ്വഞ്ചറേഴ്സ് ഒക്കെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നോക്കുന്ന സമയത്ത് ഞങ്ങള് എവിടെയാണ്? നമ്മൾ ഷെയർ ഓട്ടോ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോ റോയൽ മ്യൂസിയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഇറങ്ങണം. കഴിഞ്ഞ ആള് നമുക്ക് വേണ്ടിയാണ് വേണ്ടത്. നമ്മളിവിടെ ആധിപത്യം പുലർത്തുകയാണ്. ഇപ്പൊ ശരിക്കും ഷെയർ ഓട്ടോയിലല്ല ഞങ്ങൾ പോകണം, ഞങ്ങൾക്ക് വേണ്ടിയാണ് ഇപ്പൊ ഷെയർ ഓട്ടോ പോകണം. അവര് നേരത്തെ കൊടുത്തു.
ഒരു വടികളിൽ കോമഡി ഇട്ടാ ലാസ്റ്റ് ആരറിയണം അവരോട് കൊടുക്കുന്നത്. അതിൽ 50-50. എടാ എങ്ങനെയുണ്ട് ഷെയർ ഓട്ടോ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? അത് ഷെയർ ഓട്ടിൽ ഇറക്കിയിട്ട് ഷെയർ ചെയ്യാം. അത് നല്ലൊരു തീരുമാനമാണ്. അതിനെ പിടിക്കണേ ഒരു ഫോട്ടോ ഒക്കെ എടുക്കും. ഞാനൊന്നിനും ഇല്ല. എടി അതിന് പൊരിച്ചടി. എടി അതിന് വ്യൂ ഒക്കെ കാണിച്ചു. ഗൈസ്, അപ്പോൾ നമ്മൾ തഞ്ചാവൂർ മ്യൂസിയം എത്തിയിരിക്കുന്നു. എല്ലാ ബ്ലഡി ഗ്രാമവാസി സംഘങ്ങളും ഇങ്ങനെ നടന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യുന്നത് കാരണം ബാക്കിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. ആക്ച്വലി പൊതുവേ ഈ സമയത്ത് ഭയങ്കര വെയിലാണെന്നാണ് ഇവിടെ കേട്ടിരിക്കുന്നത്. അപ്പോൾ പക്ഷേ പാലക്കാടിന് അത്ര വെയിലില്ല, എന്നാലും ഒരു ചെറിയ വെയിലൊക്കെ ഉണ്ട് ഇവിടെ. ഓക്കെ, നമ്മൾ തഞ്ചാവൂർ മ്യൂസിയം എന്താണ് അവിടെ ഉള്ളത് നമുക്ക് എക്സ്പ്ലോർ ചെയ്ത് കണ്ടെത്താം. അവിടെ എന്തൊക്കെയോ ഒരു ട്രെയിനിൻ്റെ ഒരു ഇതൊക്കെ കാണുന്നുണ്ട്, നമുക്ക് കാണിച്ചു തരാം. ഇതൊരു ട്രെയിൻ യാത്രയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന തോന്നുന്നു. നോക്കാം. ലെറ്റ്സ് എക്സ്പ്ലോർ ദ തഞ്ചാവൂർ മ്യൂസിയം. അപ്പോൾ നമ്മൾ തഞ്ചാവൂർ എൻട്രൻസിലേക്ക് കയറി ടിക്കറ്റൊക്കെ എടുത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരും ഒരാളായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ഫസ്റ്റ് നമ്മൾ വിസിറ്റ് ചെയ്യുന്നത് സ്റ്റേ കേസിൻ്റെ മേലെ എന്താണ്, അതാണ് നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത്. ഇത് മറ്റേ എന്തൊരു ചന്ദ്രമുഖി സിനിമയിലെ വടിമേൽ നടന്നുകൊണ്ട് പോലെ പോട്ടു രാജാ. അതാ CCTV ഞങ്ങളുടെ കൂടെ ഒരു ഗൈഡ് ഉണ്ട്. എന്താണ് പറയൂ ശ്യാം, ഇതിന്റെ പ്രത്യേകത പറയൂ. നമ്മുടെ കൂടെ IAS പ്രിപ്പയർ ചെയ്യുന്ന ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തിക്ക് ഇവരിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും അറിയാം. അതായത് രാജരാജ ചോളൻ ആരാണ്, അവരെന്ത് ചെയ്തു, അവരുടെ ഓരോ കൺസ്ട്രക്ഷൻ ഓഫ് ഗ്രാൻഡ് എല്ലാം കണ്ടോ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊന്നും നമുക്ക് കറക്റ്റേ അറിയില്ല. പക്ഷേ ഈ IAS പ്രിപ്പയർ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഇതൊക്കെ അറിയാം. അതാണ് നമ്മുടെ ശ്യാംജിത്ത്. പ്രൗഡ് മൂമെന്റ് ആസ് എ ഫ്രണ്ട്. ഓക്കെ ശ്യാം പറയൂ, നമുക്ക് ഇതിനെ കുറിച്ച് കറക്റ്റായിട്ട് അറിയണം. ആ തുടങ്ങിക്കോളൂ. വെയിറ്റ് ചെയ്യാം ഗൈസ്. ഇത് നോക്കുന്നു, ഇതെന്തോ ഒരു കാണുന്ന സമയത്ത് ഒരു റൂട്ട് മാപ്പ് നമ്മുടെ തഞ്ചാവൂർ എന്തൊക്കെയാണെന്ന് പറയുന്നത് ഒരു ഷോർട്ട് ആൻഡ് ബ്രീഫായിട്ട് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. ഒരു എത്ര ഡാം പോലെ എന്തൊക്കെയോ കെട്ടി വെച്ചിട്ടുണ്ട്. 1, 2, 3, 4 കുറേ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ഇവിടെ കാണുന്നതാണ് പെരിയ കോയിൽ. ഇനി ഇതൊരു അടുത്ത കോയിൽ. എന്താണ് നമുക്ക് അവിടെ പോയി നോക്കുമ്പോൾ മനസ്സിലാവും. എടാ ഈ ചെറിയ അമ്പലം ചെറിയ അമ്പലം അത് പൾവാൾദേവന്റെ വീട്. അത് ബാഹുബലിയുടെ ചിഹ്ന വീട്. പൾവാൾദേവന്റെ വീടും ബാഹുബലിയുടെ ചിഹ്ന വീടും. രാമേശ്വരം എന്തിനാണ് ഇവിടെ വന്ന്? ഈ വേളാങ്കണ്ണി ബീച്ച് എന്തിനാണ് ഇവിടെ വന്ന്? എല്ലാ പുഴയും ഒഴുകി ഇവിടെ എത്തേണ്ടതെന്നാണ് പറയുന്നത്. പക്ഷെ ഇവിടെ എന്തിനാണ് വേളാങ്കണ്ണി ബീച്ച് വന്ന്? അത് അടുത്തൊരു ട്വിസ്റ്റ്. ഇതാണ് ഫോട്ടോഗ്രാഫേഴ്സ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ കുറച്ച് ഗുണങ്ങളൊക്കെ ഉണ്ടാവും. ഓ, കണ്ണ് കാണാത്ത കാരണം അങ്ങനെ വായിച്ചുകൊണ്ടിരിക്കാം. അതാ കണ്ട, യൂസിങ് ദ ടെക്നോളജി ടു റീഡ് ഓൾ ദി തിങ്സ്. വെരി ഗുഡ്. കൊട്ടകൾ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കൊട്ടകൾ. ഗൈസ്, സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സർക്കിൾ പോലെ ലൂപ്പ് പോലെ ഉണ്ട്. നമ്മൾ വന്ന സ്ഥലത്ത് തന്നെ പിന്നെയും വരുന്ന പോലെ എനിക്കൊരു ഫീല്. നമ്മൾ ഇതിൽ കൂടെ വന്നത് ഇപ്പോ. അല്ല, പോട്ടെ, നമുക്ക് ഇതിൽ കൂടി പോകാം. എനിക്ക് മനസ്സിലായില്ലേ നമ്മൾ ഇതിൽ കൂടി വന്നത്. ഗൈസ്, ഇതാണ് പഴയകാലത്തെ നെയ്ത്ത് മെഷീൻ കാണിച്ചുതരാം. ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ എന്താ പറയുക, ഇപ്പോൾ പുതിയ ടെക്നോളജീസ് ഒക്കെ വന്ന കാരണം നമ്മളിത് ഭയങ്കരമായിട്ട് ഉപയോഗിക്കുന്നില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നോക്കൂ, നെയ്ത്ത് മെഷീൻ ഇത് നോക്കൂ ഗൈസ്. മോണോപമ്പ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ശരിക്കും ഇത് മോട്ടോർ പോലെ തന്നെ ഉണ്ട്. ആ കാലത്ത് ഇത് അവർ എങ്ങനെ ഇൻവെൻറ്റ് ചെയ്തെന്ന് ഒരു പിടി കിട്ടുന്നുണ്ട്. അപ്പോൾ നിന്റെ അഭിപ്രായം എന്താണ്? ആ മോട്ടർ എങ്ങനെ
ആ ഇത് 30 കൊല്ലം മുമ്പാണ്. മ്യൂസിയത്തിൽ വെച്ചിട്ട് അത് 300 കൊല്ലം മുമ്പെന്ന് പറയുകയാണ്. നിങ്ങൾക്കൊരു കാര്യം അറിയോ? ഒരു 30 വയസ്സിന് മേലെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും മ്യൂസിയം വന്നാൽ എന്ത് ചെയ്യും? ഇതാ ഇങ്ങനെ ചെയ്യും. ഇത് കണ്ടോ, ഓരോ സ്ഥലത്ത് പോയിട്ട് ഓരോ ഫോട്ടോ എടുക്കും. എന്നിട്ട് വീട്ടിൽ കാണിച്ചു കൊടുക്കും. വീട്ടിൽ പോയിട്ട് അവരുടെ മക്കൾക്ക് കാണിച്ചു കൊടുക്കും. മക്കൾക്ക് ഭാര്യമാർക്ക് കാണിച്ചു കൊടുക്കും. ഇപ്പൊ ഭാര്യമാർക്ക് എന്ന് വേണം പറയാം. കാരണം 1-2 അല്ല 10 മെയിൻറ്റെയിൻ ചെയ്യണം ഒരേ സമയത്ത്. അതെന്താ സംഭവം അറിയോ? അത് ഞാൻ പറയാം. അതെന്താണെന്ന് വെച്ചാൽ ഇവര് ഇങ്ങനെയാണ് എന്താ പറയുക ഫാമിംഗ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വെള്ളമൊക്കെ ഇങ്ങനെയാണ് ഉപയോഗിക്കുക. ഇങ്ങനെയാണ് വെള്ളം വരും. അപ്പോൾ വെള്ളം ഉപയോഗിച്ചത് അവരങ്ങനെ എഴുതിയിരിക്കുന്നതിൽ, പക്ഷേ കറക്റ്റായി വായിക്കാൻ മനസ്സിലായി. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മൾ ഈ റൂം വിട്ട് നമുക്ക് അടുത്ത റൂമിലേക്ക് പോവാം. ഹേ ഗൈസ്, പ്ലീസ് ബ്രോ. അവര് എന്തോ ഒരു മ്യൂസിയം ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താ സംഭവം നമുക്ക് നോക്കണം. ഇത് മച്ചാണ്. ഇത് മച്ചാണ് ഗൈസ്, ഇത് മച്ചാണ്. മച്ച് കാണാൻ വേണ്ടിയിട്ടാണ് അവര് വെച്ചിട്ടുള്ളത്. മച്ച്, ഇതാണ് മച്ച്. മച്ചല്ലേ വീട്ടിലില്ലേ? പഴയ കാലത്ത് 2 നില ബിൽഡിംഗ് അല്ലേ? ഇത് ശക്തി. അന്ന് മറ്റേ ഭാര്യക്ക് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി ഇതാണ് എടുത്തോണ്ടിരുന്നത്. ഓ, ഇത് നമ്മുടെ വീട്ടിലുണ്ടോ അതേപോലെ ഒരു സാധനം? ഇതിലാണ് അവര് ചോറ് വെച്ച് കഴിച്ചോണ്ടിരുന്നത്. അളവെടുത്ത് രാജരാജ ചോളൻ എന്ന് പറയും. അതെ, ഇത് എടങ്ങണി പറയും. അത് അതിന്റെ വലിയ സാധനം. ഇത് രാജരാജ ചോളം കഴിക്കാനും ഇത് ഭാര്യ കഴിക്കാനും ഇത് മക്കള് കഴിക്കാനും അളന്നെടുക്കാൻ വേണ്ടി അളന്നെടുക്കാൻ കഴിക്കാൻ വേണ്ടി ഒരാളിതിലാണ് കഴിക്കുക. അപ്പൊ നമുക്ക് മനസ്സിലാക്കണം എത്ര അവർ കഴിക്കേണ്ടത്. ഇതാണ് അരിച്ചെടുക്കുന്നത്. യെസ്, പറയൂ. എന്താണ് അനുവാദം ചോദിച്ചിട്ടെടുക്കൂ? ആ, എന്താ ഇത്? ബണ്ട് ഫോർമർ. എന്താ ബണ്ട് കിട്ടിയാടാ മറ്റേ നമ്മള് കഴായി വേണ്ടിട്ട് അടച്ചു വെക്കില്ലേ, അതിന് വേണ്ടിട്ട്. ഓ, അത് ഏൻഷ്യൻ ടെക്നിക്കാണ് തോന്നുന്നു. യെസ്, ഇതാ അവിടെ ഒരു എപ്പിക് പീസ് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നു. ഇതാണ് ഇതിന്റെ പേരാണ് അമ്മിക്കല്ല്. പണ്ട് ഈ ഉഴുന്നരക്കാനും ഇതാണ് അമ്മിക്കല്ല്. ഇത് ചട്നി അരിക്കാനും മുളക് അരിക്കാനും ഒക്കെ പണ്ട് യൂസ് ചെയ്തിട്ടുണ്ട്. പണ്ട് കാലത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. യെസ് യെസ്. അതുപോലെ ഇത് നമ്മുടെ ഈ ഉഴുന്നൊക്കെ നിരിക്കാൻ വേണ്ടിട്ട് ഉഴുന്ന് ഡബിൾ ആക്കാൻ വേണ്ടി പൊട്ടിക്കാൻ വേണ്ടിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മുടെ ഒലക്കാന്ന് പറയും. ഇത് ഒലക്കാണ്. അതാണ് ഈ സാധനം. എന്താണത്? മോയ്സ്ചറൈസ്ഡ് മീറ്റർ. ഓ, ആ കാലത്ത് ഉണ്ടായിരുന്നു. ഈർപ്പം. വെള്ളത്തനിമ എത്ര ഉണ്ടെന്ന് നോക്കല്ലേ. ഇതാണ് നമ്മുടെ അജിത്ത് ഉപയോഗിക്കുന്ന വീട്ടിൽ കാളവണ്ടി. അത് ഫസ്റ്റ് പണ്ട് കാലത്ത് രാജരാജ ചോളം ഉപയോഗിച്ച സാധനമാണത്. ശ്രീജിത്തിനെ പോലെയുള്ള ഭടന്മാർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതെ, നോക്ക് നടക്കണം നോക്ക്. ഓ, നീ രാജാവായ രുദ്രസ. നീ നോക്ക് ബാക്ക് നോക്കിയ മറ്റേ രുദ്രമദേവിയില്. അയ്യോ അല്ല, മറ്റേ വലിയ അയോധ്യയുടെ